നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഗട്ട്, അതായത് നമ്മുടെ വയറ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അസിഡിറ്റി, നെഞ്ചരിച്ചൽ, ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇത് മാത്രമാണ് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ വയറിനുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബ്രെയിനിനെ വരെ, അതായത് നമ്മുടെ മൂഡിനെ വരെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് വയറിന് വേണ്ടിയിട്ട്, അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുകൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വയറിൽ ഒരുപാട് ബാക്ടീരിയാസ്, അതായത് 100 ട്രില്യൺ വരെ ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നല്ല ബാക്ടീരിയാസും അതുപോലെ ചീത്ത ബാക്ടീരിയാസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ചീത്ത ബാക്ടീരിയാസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കൂടി ഈ നല്ല ബാക്ടീരിയാസിനുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതായിട്ടുള്ള ഫുഡും ഒക്കെ കഴിച്ചാൽ മാത്രമേ നല്ല ബാക്ടീരിയാസ് വയറിൽ കൂടുതലുണ്ടാവുള്ളൂ. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വരെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വയറും അതുപോലെ ബ്രെയിനും തമ്മിൽ വളരെയേറെ കണക്റ്റഡ് ആണ്. അതായത് ബ്രെയിൻ ഗട്ട് ആക്സിസ് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനെ അത് വളരെയേറെ ബാധിക്കും. നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ഒരു ലോ എനർജി ആയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്തിന് നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ വരെ ഈ ഗട്ട് ഹെൽത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ലീക്കി ഗട്ട് സിൻഡ്രോം പറഞ്ഞ ഒരു അസുഖം കൂടിയുണ്ട്. നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയാസൊക്കെ നശിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അസുഖമാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ വയറ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഒഴിവാക്കേണ്ടത് എന്നുകൂടി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സാണ്. അതായത് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന ചിപ്സ് പോലെയുള്ള ഫുഡ്സൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഒരുപാട് പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, അഡിക്റ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വയറിൽ ചീത്ത ബാക്ടീരിയാസ് കൂടാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗവും നമ്മൾ പരമാവധി കുറയ്ക്കണം. ഇതും നമ്മുടെ വയറിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ KFC പോലുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് കലോറി ഉണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വയറിനും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. മറ്റൊന്ന്, വയറിനെ നശിപ്പിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ളൊരു പഞ്ചസാരയുടെ ഉപയോഗമാണ്. അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ, കേക്ക്സ്, ചോക്ലേറ്റ്സ്, അതുപോലെ നമ്മൾ ഒരുപാട് മധുരമിട്ട് കുടിക്കുന്ന ജ്യൂസ്, ഇതൊക്കെ വയറിന് വളരെയേറെ ദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അമിതമായിട്ടുള്ള പഞ്ചസാര യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പരമാവധി കുറയ്ക്കാൻ നോക്കുക. എത്രത്തോളം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മളെ വയറിന് അത് വളരെ നല്ലതായിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജാണ്. അമിതമായിട്ട് പല അസുഖങ്ങളാണെങ്കിലും നമ്മൾ ലോങ് ടേം ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വയറിലുള്ള നല്ല ബാക്ടീരിയാസ് വരെ നാശിക്കാനും നമുക്ക് കൂടുതൽ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വയറുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ വയറിന് വേണ്ടിയിട്ട്, അതായത് ഗുഡ് ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുപാട് കഴിക്കുക എന്നുള്ളതാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട്, അതായത് ഓരോരോ ദിവസം പലതരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മറ്റൊന്ന് പറയുന്നത് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിയാ സീഡ്സ്, ഓട്സ്, അതുപോലെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക. അതായത് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിലായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഡൈജഷനൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ രാവിലെ എണീറ്റ് ഒരു ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിലും അന്നത്തെ ഡൈജഷനൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജീരക വെള്ളം അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ വയറിൻ്റെ ആരോഗ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. വയറിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യോഗ പോസസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് വയറിന് വേണ്ടിയിട്ട്. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്തായാലും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ കോർട്ടിസോൾ പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവുകയും ഇത് നമുക്ക് വയറിൻ്റെ ലൈനിങ്സിനെയൊക്കെ വളരെ രീതിയിൽ എഫക്റ്റ് ചെയ്യും. മറ്റൊന്നാണ് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അതുള്ളത് തൈര് അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ്. അതുപോലെ ഫെർമെൻറ്റഡ് ഫുഡ്സ്,
പുളിയുള്ള ദോശ, അതുപോലെ ഇഡ്ഡലി, തൈര് ഇതൊക്കെ കഴിക്കുകയാണെങ്കിലും വയറിന് നല്ല രീതിയിലുള്ള ബാക്ടീരിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ഫുഡിൽ തൈര് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളെ വയറ് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. വയറ് നല്ല ഹെൽത്തി ആണെന്ന് അറിയാൻ വേണ്ടിയുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ബാത്റൂമിൽ പോകാൻ പറ്റുക, അതായത് ഒരു എംപ്റ്റി ആയിട്ടുള്ളൊരു ഫീല്, അതായത് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുക ബാത്റൂം പോയി കഴിഞ്ഞാൽ. അതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും കൂടുതലായിട്ട് അനുഭവിക്കാതിരിക്കുക, വിശപ്പൊക്കെ നല്ല പ്രോപ്പറായിട്ടുണ്ടാവുക. ഇതൊക്കെ വയറിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ഡൈജഷൻ വളരെ കറക്റ്റാണ് എന്നതിനുള്ള ലക്ഷണങ്ങളാണ്. അതിന് മറിച്ച് നമുക്ക് വയറിന് എരിച്ചിൽ, ഇടയ്ക്കിടയ്ക്ക് പുളിച്ചിട്ടായിട്ടുള്ള അനുഭവപ്പെടുക, വയറിനൊരു വേദന, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഈ വിവരം നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക.